അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ ലിസാനിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഇതിനു മുമ്പ് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അറിയുന്ന മെമ്പേഴ്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിക്ചേഴ്സിൽ കാണുന്നത് നോക്കാം അല്ലേ. മജല്ലത്തുൻ ബിഖത്തിൽ യദി. ഇവിടെ കുട്ടികളൊക്കെ ചേർന്നിട്ട് എന്തോ ഒരു മാസിക തയ്യാറാക്കുകയാണ് അല്ലേ. കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. മജല്ലത്തുൻ ബിഖത്തിൽ യദി, കയ്യെഴുത്ത് മാസിക. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ. അസ്തിഖാഇ അന ജാബിറുൻ. അസ്തിഖാഇ എൻ്റെ കൂട്ടുകാരെ, അന ജാബിറുൻ അന ഞാൻ, ജാബിറുൻ ജാബിറാണ്. അന ജാബിറുൻ ഞാൻ ജാബിറാണ്. ഉഹിബ്ബുൽ ഖിറാഅത്ത, ഉഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ഖിറാഅത്ത വായന ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അൽ യൗമ നഹ്നു നുഇദ്ദു മഅൻ മജല്ലത്തൻ മക്തൂബത്തൻ ബിൽ ഖത്തിൽ യദി. അൽ യൗമ ഇന്ന്, നഹ്നു നമുക്ക്, നുഇദ്ദു മഅൻ ഒരുമിച്ച്, മജല്ലത്തുൻ മക്തൂബത്തൻ ബിൽ ഖത്തിൽ യദി ഒരു കയ്യെഴുത്ത് മാസിക തയ്യാറാക്കണം. അൻത യാസിറുൻ വ അൻതി ഫാത്തിമ. അൻത യാസിറുൻ, യാസിറെ നീ യാസിറാണ്. വ അൻതി ഫാത്തിമ നീ ഫാത്തിമയാണ്. കിതാബത്തുകുമാ ജമീലത്തുൻ നിങ്ങളുടെ 2 പേരുടെയും എഴുത്ത് ഭംഗിയുള്ളതാണ്. കിതാബത്തുകുമാ നിങ്ങളുടെ 2 പേരുടെയും എഴുത്ത് ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. അൻതുമാ നിങ്ങൾ 2 പേരും തെക്തുബാനി എഴുതണം, ഫിൽ വറഖ പേപ്പറിൽ എഴുതണം. യ സാലിമു സാലിമേ, വ നബീലു നബീലെ, വ നിഹാലു നിഹാലെ, അൻതും നിങ്ങൾ, തജ്മഊനൽ അഖ്ലാമ വൽ അൽവാനും നിങ്ങൾ പേനകളും കളറുകളും സംഘടിപ്പിക്കണം. അപ്പോൾ അവരോട് 3 പേരോടും പറയുന്ന എന്താണ്? യാ സാലിമു വ നബീലു വ നിഹാലു, സാലിമെ നബീലെ നിഹാലെ, അൻതും നിങ്ങൾ, തജ്മഊനൽ അഖ്ലാമ വ അൽവാന തജ്മഊന സംഘടിപ്പിക്കണം, കളക്ട് ചെയ്യണം, അഖ്ലാമ പേനകളും, വ അൽവാന കളറുകളും. യാ ഹാദിയ വ നൂറഹു വ റമീസഹു, ഹാദിയ വ നൂറ റമീസ, അൻതുന്ന അൻതുന്ന നിങ്ങൾ, തുസമ്മിംനൽ ഖിലാഫ എന്താ ഇതിൻ്റെ മഴ വരുന്നത്? നൂറയോടും ഹാദിയയോടും റമീസയോടും നിങ്ങൾ, അൻതുന്ന നിങ്ങൾ, തുസമ്മിംന ഖിലാഫ അതിൻ്റെ മഴ വരുന്നത് നിങ്ങൾ ചട്ട ഡിസൈൻ ചെയ്യണം. അതായത് നമ്മുടെ മാസികയുടെ ചട്ട ഡിസൈൻ ചെയ്യാനാണ് അവരോട് പറയുന്നത്. ഹുവ റാഷിദുൻ അവൻ റാഷിദാണ്. വഹിയ സൈനബു അവൾ സൈനബാണ്. ഹുവ അവൻ, റാഷിദുൻ റാഷിദാണ്. ഹിയ അവൾ, സൈനബു സൈനബാണ്. യുഹിബ്ബാനി തൽവീന അവർ 2 പേരും കളർ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യുഹിബ്ബാനി, യുഹിബ്ബാനി എന്ന് പറയുമ്പോൾ അവർ 2 പേരും ഇഷ്ടപ്പെടുന്നു, തൽവീന കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹുമാ യുലവ്വിനാനി സ്വഫഹാത്തി, ഹുമാ യുലവ്വിനാനി സ്വഫഹാത്തി അവർ 2 പേരും പേജുകൾ കളർ കൊടുക്കട്ടെ. ഹുനാ തുല്ലാബുൻ ഇവിടെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. ഹും യഖ്തഊനൽ ഔറാക ഹും അവർ, യഖ്തഊനൽ ഔറാക അവർ പേപ്പറുകൾ മുറിക്കട്ടെ, കട്ട് ചെയ്യട്ടെ. യഖ്തഊന കട്ട് ചെയ്യുക, ഔറാക പേപ്പർ. വ ഹുനാക അവിടെ ത്വാലിബാത്തുൻ കുറച്ച് വിദ്യാർത്ഥിനികളുണ്ട്, കുറച്ച് പെൺകുട്ടികളുണ്ട്. ഹുന്ന അവർ, യർസുംന സൂറ, യർസുംന സൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിത്രം വരയ്ക്കുക, അവർ ചിത്രം വരയ്ക്കട്ടെ. അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ഡ്യൂട്ടിയാണ് ഇവിടെ നമ്മുടെ ജാബിർ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാഠം അത്യാവശ്യം ഒരു പ്രയാസമായത് തോന്നുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല എക്സാമിന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ക്ലാസ് കേട്ടെങ്കിൽ മാത്രമാണ്
ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഹാദിറായിട്ടുള്ള വ്യക്തികളോട് ഡയറക്റ്റ് നേരെ സംസാരിക്കുന്ന ഒരു ശൈലിയും, അതുപോലെ ഹാദിറാവാത്ത ഇവിടെ മുന്നിലില്ലാത്ത വ്യക്തികളോട് അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു പാഠത്തിൽ മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. നഖറഉ നമുക്ക് വായിക്കാം. അൻത യാസിറുൻ, അൻത നീ, യാസിറുൻ നീ യാസിറാണ്. അൻതുമാ നിങ്ങൾ രണ്ടുപേരും തെക്തുബാനി എഴുതുന്നവരാണ്. അൻതുമാ നിങ്ങൾ രണ്ടുപേരും തെക്തുബാനി എഴുതുന്നവരാണ്. അൻതും നിങ്ങൾ തജ്മഊന ഒരുമിച്ച് കൂട്ടുന്നവരാണ്. തജ്മഊന ഒരുമിച്ച് കൂട്ടുന്നവരാണ്. അൻതും തജ്മഊന നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവരാണ്. അൻതി ഫാത്തിമ, അൻതി നീ, ഫാത്തിമ പെൺകുട്ടിയാണെകൊണ്ടാണ് അൻതി, നീ ഫാത്തിമ, നീ ഫാത്തിമയാണ്. നെക്സ്റ്റ് നോക്കിയേ. അന ജാബിറുൻ ഞാൻ ജാബിറാണ്. നഹ്നു നുഇദ്ദു, നഹ്നു ഞങ്ങൾ, നുഇദ്ദു തയ്യാറാക്കും, നഹ്നു നുഇദ്ദു ഞങ്ങൾ തയ്യാറാക്കും. ഹുവ റാഷിദുൻ, ഹുവ അവൻ, റാഷിദുൻ റാഷിദാണ്. ഹുമാ അവർ രണ്ടുപേരും, യുലവ്വിനാനി കളർ കൊടുക്കും. ഹുമാ അവർ രണ്ടുപേരും, യുലവ്വിനാനി അവർ രണ്ടുപേരും കളർ കൊടുക്കും. അതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ഹും യഖ്തഊന, ഹും അവർ, യഖ്തഊന മുറിക്കും, കട്ട് ചെയ്യും. ഹും യഖ്തഊന അവർ മുറിക്കും. ഹിയ സൈനബു, ഹിയ അവൾ, സൈനബു സൈനബാണ്. ഹുന്ന പെൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ, അതായത് രണ്ടിൽ കൂടുതൽ വരുമ്പോൾ ഹുന്ന അവർ, യർസുംന വരക്കും. അൻതുന്ന നിങ്ങൾ, തുസമ്മിംന ഡിസൈൻ ചെയ്യും. അൻതുന്ന നിങ്ങൾ, തുസമ്മിംന നിങ്ങൾ ഡിസൈൻ ചെയ്യും. അടുത്തത് നമുക്ക് ജോയിൻ ചെയ്യാനാണ് കേട്ടോ, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ ഫസ്റ്റ് ജമ്മായിട്ടുള്ള ബിന്ത് പെൺകുട്ടിയുടെ ജമ്മാണ് ബനാത്തുൻ പെൺകുട്ടികൾ. അവർക്ക് ഹിയ അവൾ എന്നല്ല വേണ്ടത്. ഹുമ അവർ രണ്ടു പേരല്ല. ഹുന്ന അവർ കൂടുതൽ പേര്. അപ്പോൾ ബനാത്തുൻ എന്നുള്ളത് മാച്ചായിട്ടുള്ള ഹുന്ന എന്നാണ് കേട്ടോ. ബിന്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഹിയ അവൾ, അതിന് യോജിച്ചത് ഹിയ. പിന്നെ തെക്തുബാനി അവർ രണ്ടു പേരും എഴുതുന്നവരാണ്. അപ്പോൾ തെക്തുബാനിക്ക് ഹുമ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ, രണ്ടു പേർ. അതുപോലെ തന്നെ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുവ അവൻ എന്നുള്ളതിന് യോജിച്ചത് യാസിറാണ് അല്ലേ. ഹുവ യാസിറുൻ അവൻ യാസിറാണ്. ഹുമാ അവർ രണ്ടു പേര് എന്നാണ് കേട്ടോ. അപ്പോൾ ബിന്താനി, ഹുമ ബിന്താനി അവർ രണ്ട് പേര്. ഹും അവർ, അബ്നാ ഉൻ കുട്ടികൾ കേട്ടോ, അബ്നാ ഉൻ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഹും എന്നാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നെക്തഷിഫു വമാഇറ വൻതുബഹ കമാഫി മിസാൽ, വമീറിനെ വ്യക്തമാക്കാനാണ് പറയണത്. ഒഹിബു ഇഷ്ടപ്പെടുന്നു, അന ഞാൻ, നുഇദ്ദു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടും, നഹ്നു, തെക്തുബാനി നിങ്ങൾ എഴുതുന്നവരാണ്, അൻതുമാ നിങ്ങൾ എഴുതുന്നവരാണ്. അപ്പോൾ അൻതുമാ എന്നാണ് അവിടെ വമീർ. തജ്മഊന അൻതും നിങ്ങൾ കളക്ട് ചെയ്യണം. തുസമ്മിംന അൻതുന്ന, തുസമ്മിംന എന്നാൽ ഡിസൈൻ ചെയ്യണം. അൻതുന്ന നിങ്ങൾ, യുലവ്വിനാനി കളർ ചെയ്യുക, ഹുമാ നിങ്ങൾ രണ്ടുപേരും കളർ ചെയ്യുക. യഖ്തഊന കട്ട് ചെയ്യുക, മുറിക്കുക. ഹും നിങ്ങൾ, യർസുംന ഹുന്ന. അപ്പോൾ ഇതിൽ ഓരോ ഭാഗത്തും പാഠഭാഗത്തിൽ വരുന്നത് തന്നെയാണ്. അതിൻ്റെ വമീറിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് യാ സാലിമു എന്ന് കൊടുത്തിട്ട് പിന്നെ അവിടെ ഡോട്ട് ഇട്ടൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡാഷ് ഇട്ടിട്ട് സ്വദീഖി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്രാക്കറ്റിൽ നിന്ന് ഹുവ, അൻത, അൻതി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാ സാലിമു ഡാഷ് സ്വദീഖി, സാലിമേ സ്വദീഖി നീ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം നീ എന്നാണ് വേണ്ടത് അല്ലേ. സാലിമിന് ഡയറക്റ്റ് അവിടെ മുന്നിൽ ഹാജറായിട്ടുള്ളൊരു വ്യക്തിനെ വിളിച്ചുകൊണ്ടാണ് പറയണത്. അപ്പോൾ അവൻ എന്നോ പറയാൻ പറ്റൂല, അപ്പോൾ നീ എന്നാണ് അവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അൻത. യാ ഫാത്തിമ, ഫാത്തിമനെ ഡയറക്റ്റ് മുന്നിൽ നിന്ന് ഇരുന്ന് തന്നെ വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ നാജിഹത്തുൻ, അപ്പോൾ ഹിയ അവളെന്ന് പറ്റൂല, അൻത എന്ന് പറ്റൂല. ഫാത്തിമ പെൺകുട്ടി ആയതുകൊണ്ട് അൻതി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. യാ അബ്നാ ഉ കുട്ടികളെ, ലഇബൂന കളിക്കുന്നവരാണ്,
അപ്പോൾ കുട്ടികളാണ് അല്ലേ, ഒരാളല്ല, 2 പേരല്ല, കുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ അൻതും എന്നാണ് ചേർക്കേണ്ടത്. അൻതും, അവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? അൻത്തുണ്ട്, അൻത്തിണ്ട്, അൻതും എന്നുണ്ട്. അപ്പോൾ ഇവിടെ ജമ ആയതുകൊണ്ട് തന്നെ അൻതും എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ജവാദു ഹുവ ഉസ്താദി, ജവാദ് ഉസ്താദി എൻ്റെ ഉസ്താദാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്? ഹുവ എന്നാണ് ചേർക്കേണ്ടത്. ഫാത്തിമത്തു ഹിയ ഉഖ്തി, ഫാത്തിമ എൻ്റെ സഹോദരിയാണ്. ഫാത്തിമ അവളെൻ്റെ സഹോദരിയാണ്. അപ്പോൾ അവിടെ ഹിയ എന്നാണ്, അവൾ എന്നുള്ളതിന് ഹിയ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, യാ ഇബ്നു വയാ ബിൻതു ഡാഷ് തൽഅബാനി, യാ ഇബ്നു വയാ ബിൻതു ഡാഷ് തൽഅബാനി. അപ്പോൾ യാ ഇബ്നു മോനെ, യാ ബിൻതു മോളെ, അൻതുമാ നിങ്ങൾ 2 പേരും തൽഅബാനി കളിക്കുന്നവരാണ്. സിമ്പിളാണ് അല്ലേ, 2 പേരെ മാത്രമാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ അൻതുമാ എന്നാണ് ചേർക്കേണ്ടത്. അൽ മുസ്ലിമൂന ഡാഷ് യസ്ഹബൂന ഇലൽ മക്ക, മുസ്ലിമൂന മുസ്ലിങ്ങൾ, ഹും മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ജമാണ് അല്ലേ, ഹും എന്നാണ് അവർ, യസ്ഹബൂന ഇലൽ മക്ക അവർ മക്കയിലേക്ക് പോകുന്നവരാണ്. അന മുസ്ലിമുൻ ഡാഷ് മുസ്ലിമുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അൽ ഇസ്ലാമു ദീനി ഇസ്ലാം എൻ്റെ ദീനാണ്, ഡാഷ് മുസ്ലിമുൻ. അപ്പോൾ എന്താ വേണ്ടേ? തീർച്ചയായിട്ടും ഞാൻ മുസ്ലിമാണ് അല്ലേ. അന മുസ്ലിമുൻ, ഞാൻ എന്നുള്ളതിന് അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ്. ഇസ്ലാമു അൽ ഇസ്ലാമു ദീനി ഇസ്ലാം എന്താണ്? എൻ്റെ ദീനാണ്. ഇവിടെ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അൻത, അൻതി, അൻതുമാ, അൻതും, അൻതുന്ന, ഇതുപോലെ ഹിയ, ഹുവ, ഇങ്ങനെയുള്ള പിന്നെന്താണ് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള 2 പേരാണെങ്കിൽ ഹുമാ എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ പേരുണ്ടെങ്കിൽ ഹും, ഹുന്ന എന്ന് ചേർക്കും. ഒരു ആളാണെങ്കിൽ ഹുവ, ഹുമാ, ഹുവ, ഹിയ എന്നൊക്കെയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നുലാഹിദുൽ മുഫ്രദ വൽ ജമ, ഏകവചനം ബഹുവചനം കണ്ടെത്താനാണ് പറയണത്. ഏകവചനം സ്വദീഖുൻ കൂട്ടുകാരൻ, അതിൻ്റെ ജമ്മാണ് അസ്തിഖാ കൂട്ടുകാർ. ഖലമുൻ പേന, അഖ്ലാമുൻ പേനകൾ, ലൗനും നിറം, അൽവാനുൻ നിറങ്ങൾ, തോലബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ, വറഖുൻ പേപ്പർ, ഔറാക്ക് പേപ്പറുകൾ, തോലിബത്തുൻ വിദ്യാർത്ഥിനി, തോലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. അപ്പോൾ ഇവിടെ ഏകവചനം ബഹുവചനം അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ എക്സാമിന് ഏകവചനം തന്നിട്ട് അതിൻ്റെ ജമ്മ എഴുതാൻ പറയും, അല്ലെങ്കിൽ ജമ്മ് തന്നിട്ട് അതിൻ്റെ മുഫ്രദ് എഴുതാനും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഇതിൽ വരുന്നത് തന്നെയാണ് സൂറത്തുൻ ചിത്രം, സൂറുൻ ചിത്രങ്ങൾ, അൻത നീ, അൻതുൻ നിങ്ങൾ, അൻതി ഒരു സ്ത്രീ ആവുമ്പോൾ നീ എന്നതിനാണ്, അൻതുന്ന അതിൻ്റെ ജമ്മ എഴുതുന്നത് അൻതുന്ന, സ്ത്രീകൾ ഒരുപാടുണ്ടാകുമ്പോൾ അൻതുന്ന നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ, ഹുവ അവൻ, ഹും അവർ, അതായത് ഹുവ അവൻ അല്ലേ, ഒരു ബോയ് ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ആൺകുട്ടികളാണെങ്കിൽ ഹും എന്ന് പറയും. ഹിയ അവളാണ്, ഒരൊറ്റൊരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ് അവൾ. അവരുടെ ജമ്മ വരുന്നത് ഹുന്ന അവർ, ഒരുപാട് സ്ത്രീകൾ. അടുത്തതായിട്ട് വരുന്നത് നുലാഹിറു വമാഇറൽ മുഫസ്സുല, മുഫസ്സലായ വമീറുകൾ അതായത് സ്വന്തം നാമങ്ങൾ ശ്രദ്ധിക്കാനാണ് പറയണത്. ഹുവ അവൻ, ഹുമാ അവർ 2 പേര്, ഹും അവർ ഒരുപാട് പേര്, ഹിയ അവൾ, ഹുമാ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ ഒരുപാട് സ്ത്രീകൾ, അൻത നീ, അൻതുമാ നിങ്ങൾ 2 പേർ, അൻതും നിങ്ങൾ ഒരുപാട് പേർ, അൻതി സ്ത്രീയാവുമ്പോൾ നീ, അൻതുമാ നിങ്ങൾ 2 സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ കൂടുതൽ സ്ത്രീകൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് നുക്കമ്മിലു ബി വമീരിൽ മുഫസ്സിലിൽ മുനാസിബി കമാ ഫി മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മളോട് വമീറിനെ കൊണ്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാസ ഇബ്നുൻ, ഹാസ ഇബ്നുൻ അവിടെ ഹുവ ദാരിസുൻ, ഹുവ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഹാസ ഇത്, ഇബ്നുൻ മകനാണ്, ഹുവ അവൻ, ദാരിസുൻ പഠിക്കുന്നവനാണ്. ഹാസാനി ഇബ്നാനി, ഹാസാനി ഇവർ 2 പേരും, ഇബ്നാനി എന്താണ് മക്കളാണ്, ഹുമാ അവർ 2 പേരും, ദാനിസാനി. ഹ ഉലാഇ അബ്നാ ഉൻ ഇവരെല്ലാവരും എന്താണ് കുട്ടികളാണ്, ഹും ദാരിസൂന അവർ പഠിക്കുന്നവരാണ്.
ഹാസിഹി ബിൻതുൻ ഇത് പെൺകുട്ടിയാണ്, ഹിയ ദാരിസത്തുൻ അവൾ വിദ്യാർത്ഥിനിയാണ്. ഹാത്താനി ബിൻതാനി ഹാസിഹി ഇതാണല്ലേ, പക്ഷെ 2 പേരായപ്പോൾ ഹാസിഹി എന്നുള്ളത് ഹാത്താനി എന്നായിട്ട് മാറി. ഇവർ പെൺകുട്ടികൾ, ഹുമാ ദാരിസത്താനി അവർ വിദ്യാർത്ഥിനികളാണ്. ഹ ഉലായി അപ്പോൾ ഇത് എന്നുള്ളതിൻ്റെ ഇവരെല്ലാം, ഹ ഉലായി ഇവരെല്ലാം, ബനാത്തുൻ പെൺകുട്ടികളാണ്. അപ്പോൾ അവർ ഒരുപാട് സ്ത്രീകളായി അല്ലെ, ഒന്നിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഹുന്ന അവർ, ദാരിസാത്തുൻ വിദ്യാർത്ഥിനികളാണ്, പഠിക്കുന്നവരാണ്. അടുത്തതായിട്ട് നുക്കമ്മിലുൽ ഫറാവ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. അവിടെ ഹുവ ഡാഷ് ഹും, അപ്പോൾ ഹുവൻ്റെ അടുത്തായിട്ട് വരുന്നത് ഹുവ അവൻ, ഹുമാ അവർ 2 പേർ, അപ്പോൾ ഹുമ എന്നാണ് ചേർക്കേണ്ടത്. പിന്നെ ഹിയ ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് 2 ഡോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഹിയ അവൾ, ഹുമാ അവർ 2 പേർ, ഹുന്ന അവർ കൂടുതൽ പേർ. അൻത നീ, അൻതുമാ എന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്, അൻതും നിങ്ങൾ. പിന്നെ അവിടെ ഫില്ല് ചെയ്യേണ്ടത് അൻതി എന്നാണ്, നീ, അൻതുമാ നിങ്ങൾ 2 പേർ, അൻതുന്ന നിങ്ങൾ ഒരുപാട് പേർ, അന നഹ്നു. ഇത് ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഈ രീതിക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കിയേ, നുക്കമ്മിലു ബിൽ വമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാ ഫി മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ മുൻഫസിലായ വമീറിനെ കൊണ്ട് ഫില്ല് ചെയ്യാനാണ് പറയണത്. യാ ഇബ്നു ഡാഷ് ദാരിസുൻ, യാ ഇബ്നു മോനെ, അൻത മോനെ വിളിച്ചിട്ട് പറയാലേ, ഹാജറായിട്ടുള്ളൊരു വ്യക്തിയാണ്. നീ ദാരിസുൻ നീ പഠിക്കുന്നവനാണ്. യാ ഇബ്നാനി അൻതുമാ അവർ 2 പേരും, നിങ്ങൾ 2 പേരും, ദാരിസാനി വിദ്യാർത്ഥികളാണ്. യാ അബ്നാ ഉ മക്കളെ, അൻതും നിങ്ങൾ, ദാരിസൂന. യാ ബിന്തു മോളെ, അൻതി നീ, ദാരിസത്തുൻ വിദ്യാർത്ഥിനിയാണ്. യാ ബിന്താനി പെൺകുട്ടികളെ, അൻതുമാ നിങ്ങൾ 2 പേരും, ദാരിസത്താനി വിദ്യാർത്ഥിനികളാണ്. യാ ബനാത്തു കുട്ടികളെ, അൻതുന്ന നിങ്ങൾ, ദാരിസാത്തുൻ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മാറുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ദാരിസത്തുൻ, ദാരിസത്താനി, ദാരിസാത്തുൻ എന്നിങ്ങനെ രീതിയിലാണ് വരുന്നത്. അന ഇബ്നു, അന ഞാൻ എന്താണ്, ഇബ്നു മകനാണ്. അൻത ദാരിസുൻ നീ പഠിക്കുന്നവനാണ്. അന ബിൻതുൻ, അൻതി ദാരിസത്തുൻ, നഹ്നു അബ്നാ ഉൻ ഞങ്ങളെന്താണ്, അബ്നാ ഉൻ കുട്ടികളാണ്. അൻതും ദാരിസൂന നിങ്ങൾ പഠിക്കുന്നവരാണ്. നഹ്നു ബനാത്തുൻ ഞങ്ങൾ എന്താണ്, ബനാത്തുൻ പെൺകുട്ടികളാണ്. അൻതുന്ന ദാരിസാത്തുൻ നിങ്ങൾ പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥിനികളാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാതെ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്തായാലും അറിയിക്കണം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഇൻഷാല്ലാ അടുത്ത പാഠവും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.